ബാംഗ്ലൂരിൽ പറഞ്ഞ പോലെ അപ്പൊ അതിനേക്കാളും കൂടുതൽ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടി ഇപ്പൊ നമ്മൾ ഇറങ്ങുമ്പോ ഒരു ആക്ടർ കൂടെയാണ്. സന്തോഷം. ഇവന്റെ മെയിൻ സാധനം സന്തോഷം. ഇപ്പൊ ഞാൻ അഭിനയിച്ച ആദ്യത്തെ പടം ഇത്ര ഇങ്ങനെ ഹൗസ്ഫുൾ ആയിട്ട് ഓടുമ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, സന്തോഷം. ഇനി രണ്ട് പേജ് ചോദ്യം ചോദിച്ചാലും അവന്റെ ഉത്തരം സന്തോഷം എന്നായിരിക്കും. സ്വന്തം പടം വിഷുവിന് കളിക്കുന്നു ഹൗസ്ഫുൾ ആയിട്ട്. പറഞ്ഞ സീറ്റൊക്കെ പൊളിച്ച് സീറ്റ് പൊളിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം, അവർക്ക് വിഷമമായിരിക്കും. അകത്ത് ചായം കുടിച്ചോണ്ട് വഴി നിൽക്കുമ്പോ ഒരു കൂട്ടം പിള്ളേർ ഓടി ഹിന്ദിയിൽ ഹേ ഹിപ്സ്റ്റർ ബായ് എന്ന് വിളിച്ചിട്ട് നേരെ പോകുന്നു. ഹിപ്സ്റ്ററിന്റെ അടുത്ത് നിൽക്കുന്നു, വട്ടത്തിൽ ഫോട്ടോ എടുക്കുന്നു, ചായ കുടിച്ച് വഴി നിൽക്കുന്നു. സന്തോഷം. സന്തോഷം. ഇതില് ഫസ്റ്റ് സുഷിനോട് പറയണത് എന്താ? നമുക്ക് പുതിയത് വേണമെന്ന് പറഞ്ഞു ഭയങ്കര. കാരണം നമ്മുടെ കഥ പഴയതാണ്. അപ്പോ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അപ്പൊ അവരെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ അതിനുള്ള ഷോട്ടുകൾ ഞാൻ വെക്കണം. അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ചുമ്മാ ഹിപ്സ്റ്ററിനെ തള്ളുന്ന സീനുണ്ടെങ്കിൽ അവരിടപെടും. ഹിപ്സ്റ്ററെ പറ്റി പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള ടീംസ് അവിടെ ഉണ്ട്. ഇവിടെ ഞാൻ അറ്റത്തങ്ങനെ ഒരുപാട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള വർഷമാണിത്. പക്ഷെ നമ്മുടെ ബ്ലോക്ക് ബസ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടേത് സെക്കൻഡ് ഹാഫിൽ ലാഗുള്ള ബ്ലോക്ക് ബസ്റ്ററാണ്. അതെ, അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പടത്തിനുണ്ട്. ഹായ് ഹലോ വ്യൂവേഴ്സ്, ദിസ് ഇസ് ഫിൽമി വെയിറ്റ് പ്രസൻസ് അൺടോൾഡ് വിത്ത് അജൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ആവേശം കണ്ട് എല്ലാവരും ഭയങ്കര ആവേശത്തിലേക്കാണ്. സോ അതേ ആവേശത്തോടു കൂടെ ആവേശത്തിന്റെ ടീമിനെയാണ് നമ്മൾ ഇന്ന് വെൽക്കം ചെയ്യാൻ പോകുന്നത്. ചിത്തു മാധവൻ, പ്രണവ്, ഓൾസോ നോൺ ആസ് ഹിപ്സ്റ്റർ, ആൻഡ് സജിൻ ചേട്ടൻ. സോ മൂന്ന് പേർക്കും വെൽക്കം ടു ദി ഷോ. ഈ രോമാഞ്ചവും ആവേശമൊക്കെ ഒരു വേൾഡ് ക്രിയേഷൻ ആണല്ലോ. ശരിക്കും നമുക്കൊരു യൂണിവേഴ്സിലേക്ക് നമ്മൾ ഇന്നാവുക. ഈ രോമാഞ്ചത്തിൽ ആദ്യ ഷോട്ടിൽ നമ്മൾ ആ വീട്ടിലേക്ക് ഇന്നാവുക, ആവേശത്തില് ഈ ഒരു വേൾഡിലേക്ക് ഉണ്ടാവുക. ഈ ജിത്തുമാധവന്റെ വേൾഡ് ശരിക്കും എന്താ ആദ്യം ഉണ്ടാവുക? ക്യാരക്ടേഴ്സ് ആണോ, ആ മൊത്തത്തിലുള്ള ഒരു സിനാറിയോസ് ആണോ? കഥയാണ് ആദ്യം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ചെയ്ത് ഷൂട്ടൊക്കെ ചെയ്യുന്ന ഓരോ പ്രോസസ്സിലേക്ക് ഓരോന്നും ആഡായി വരുന്നത്. ഒരു ബേസിക് കഥ ഒരു വട്ടം എത്തിക്കുക എന്ന് പറയുന്നതായിരിക്കും ആദ്യത്തെ ഒരു പ്രോസസ്സ്. ഈ വൺ ലൈന് എന്നാണോ ഈ സംഭവം പൊതുവെ വരാ? വൺ ലൈൻ അങ്ങനെ പറയാൻ പറ്റും. ഞാൻ അങ്ങനെ ഒരു എൻ്റെ ഫസ്റ്റ് എഴുത്ത് തന്നെ ഞാൻ സ്ക്രിപ്റ്റായിട്ട് തന്നെ എഴുതുക, സീനുകളായിട്ട് എഴുതുക. അപ്പോൾ അതങ്ങനെ എഴുതി പോകുന്നതാണ്. എഴുതി ഒരു ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ബേസ് ഡ്രാഫ്റ്റ് ഉണ്ടാവും, ഒരു ടോട്ടൽ സ്ക്രിപ്റ്റിൻ്റെ ഒരു ഐഡിയ ഉണ്ടാവും, ഒരു സ്കെൽട്ടർ ഉണ്ടാവും. അതിനെയാണ് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. അതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന പ്രോസസ്സ്. അത് എല്ലായിടത്തും അങ്ങനെ, എല്ലാപ്പോഴും അങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പൊ ഈ രണ്ട് സിനിമയും അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ സഞ്ജേട്ട ഇപ്പോ കരിയറിൽ വലിയ ഇപ്പൊ ക്രിയേറ്റീവ് എഫേർട്ട് നാടകമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈമിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ലൈഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള സിനിമ. അപ്പോൾ ആലുവക്കാരനായിട്ടുള്ള ആള് അതേ മാതാ തിയേറ്ററിൽ ഈ പറഞ്ഞ പോലെ സീറ്റുകളൊക്കെ പൊളിക്കുന്ന തരത്തിലേക്ക് ഒരു സിനിമ ആഘോഷിക്കപ്പെടുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ. അത് എത്രത്തോളം ഈ എൻജോയ്മെന്റ് ഉണ്ടാക്കുന്നുണ്ട്? ഭയങ്കര സന്തോഷം. കാരണം ഞാനൊക്കെ ചെറുപ്പം തൊട്ട് പടങ്ങൾ കണ്ടുവിടുന്ന തിയേറ്റർ മാധുര്യ. അപ്പൊ അവിടെ സ്വന്തം പടം വിഷുവിന് കളിക്കുന്നു ഹൗസ്ഫുൾ ആയിട്ട്. അപ്പൊ അവിടെ ആളുകളുടെ ഒപ്പം പോയിരുന്ന് പടം കാണുന്നതും അവര് ഭയങ്കര ഹാപ്പി, എല്ലാ രീതിയിലും തിരിച്ചറിഞ്ഞ് കയ്യടി, നമ്മുടെ പരിപാടിക്ക് കയ്യടി കിട്ടും. ഭയങ്കര സന്തോഷമുണ്ട്. അതിലേക്കൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ ഇത്ര നമ്മൾ ഈ പറഞ്ഞ നാടകമാണെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമിലേക്ക് നിന്ന് ഇവിടം വരെ എത്തിയത്. തുടങ്ങിയിട്ടുള്ളൂ. ഇനി പയ്യെ നമ്മൾ ഓരോ പരിപാടിയൊക്കെ പിടിച്ച് സീറ്റൊക്കെ പൊളിച്ച്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടില്ലത്. ഇന്നലെ നമ്മളിവിടെ ചെന്നപ്പോഴേക്കും അവർ പറഞ്ഞു അകത്തോട്ട് കയറണ്ട, സീറ്റൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്, സീറ്റാവും. അങ്ങനെ പറഞ്ഞ സീറ്റ് പൊളിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം, അവർക്ക് വിഷമമായിരിക്കും. ഇനിയും സീറ്റുകൾ പൊളിയട്ടെ എന്നാണ് വിചാരിക്കുന്നത്. പ്രണവ് ഇപ്പോ എന്താ ഒരു ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫാൻസ് ഉള്ള ഒരാളാണ്. ബാംഗ്ലൂരിൽ ഈ പറഞ്ഞ പോലെ അതിനേക്കാളും കൂടുതൽ ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടി അതിനേക്കാളും കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരാളുകൂടെ. സോ ഇപ്പോ നമ്മൾ ഇറങ്ങുമ്പോ ഒരു ആക്ടർ കൂടെയാണ്. പല ആളുകളും വന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ലെവൽ ഓഫ് ഓഡിയൻസ് വ്യത്യാസം ഉണ്ടല്ലോ. അതെങ്ങനെ ഈ 2-3 ദിവസമായിട്ട് ഡൈജസ്റ്റ് ചെയ്ത് വരുന്നത്? സന്തോഷം. ഇവന്റെ മെയിൻ സാധനം സന്തോഷം. ഇനി രണ്ട് പേജ് ചോദ്യം ചോദിച്ചാലും അവന്റെ ഉത്തരം സന്തോഷം എന്നായിരിക്കും. എന്താണ് സന്തോഷം? അപ്പോൾ നമ്മള് എന്താണ് തിയേറ്ററിൽ പോയി ഒരു പടം കാണുന്നത്. ഇപ്പോൾ ഞാൻ അഭിനയിച്ച ആദ്യത്തെ പടം ഇത്ര ഇങ്ങനെ ഹൗസ്ഫുൾ ആയിട്ട് ഓടുമ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, സന്തോഷം. ഇടക്കൊരു സാധനം കൂടി ഉണ്ട്, സന്തോഷം. അല്ല, ഈ പറഞ്ഞ നമ്മൾ കാണുന്ന ഒരു ഹിപ്സ്റ്റർ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ ഭയങ്കര ഓണായിട്ട് അതിന് എനർജി ഒക്കെ ഉള്ള ഈ പറഞ്ഞ സൈൻചേട്ടനെ പറ്റി പാരഡി പാട്ടുകളൊക്കെ പാടുന്ന. അത് ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ആൾക്കാർ വേറെ കുറച്ചുപേരും കൂടി ഉണ്ട്. അല്ല, ഒരു 2 പാട്ട്
അത് എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല, അത് നമ്മൾ ആ 3 പേരും കൂടെ ഒക്കെ ചേർന്നാലേ അത് വരത്തുള്ളൂ. അല്ലേ ചേട്ടാ? സിറ്റുവേഷനിലെ ഒരു ചുമ്മാ എല്ലാവരും തമാശ തമാശക്ക് പാടുന്നതാണ്. അത് അതിന്റെ ഇന്റർവ്യൂല് പറഞ്ഞത് ഇപ്പൊ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കണ ഈ സംഭവം ഇപ്പൊ ചിത്താണ് ഇപ്പൊ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഉണ്ടാവുമല്ലോ, അവരെ ഏറ്റവും സോണിൽ നിൽക്കുന്ന. ഇപ്പോൾ ഫഹദിന്റെ ഇപ്പോൾ കരിയറിൽ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തിട്ടുള്ള കാര്യം പറഞ്ഞ കണ്ണാണ്, കണ്ണിൽ വരുന്ന റിയാക്ഷനുകൾ. പക്ഷേ ഈ പറഞ്ഞ പോലെ ആവശ്യത്തിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള അതായത് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഷോട്ടുകളാണ്. അതെങ്ങനെ ശരിക്കും ബാലൻസ് ചെയ്തത്? കാരണം ഏറ്റവും കോംപ്ലക്സ് സീനുകൾ മാത്രം നമ്മൾ ആ കണ്ണ് സിനിമയിൽ കാണുന്നുണ്ട്. സോ അത് വേണ്ടെന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അതങ്ങനെ ആദ്യമേ എടുത്തൊരു തീരുമാനമാണ്. അതായത് ഈ സിനിമയിൽ എവിടെ ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഒരു സീനിൽ പോലും ഫഹദിനെ കണ്ടിട്ടില്ല. അപ്പോൾ അതിനകത്ത് രംഗയായിട്ട് തന്നെയാണ് പുള്ളി ത്രൂ ഔട്ട് നിന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ കണ്ണിൽ നമുക്ക് ഇമോഷൻ കാണിക്കേണ്ട പോലും നമ്മൾ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ, പകുതി കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് അത്രയും മതി പുള്ളിയുടെ കണ്ണിലുള്ള മുഴുവൻ ഇമോഷൻസും നമുക്ക് സിനിമയിൽ വേണ്ട. ഭയങ്കര ഒരുപാട് ഇമോഷൻസ് ഉള്ള, ഒരുപാട് റിയാക്ഷൻസ് ഉള്ള കണ്ണാണ് പുള്ളിയുടെ. അപ്പോൾ അത് മുഴുവനോടെ താങ്ങാനുള്ള ഒരു ഇമോഷണൽ ബേസ് നമുക്ക് പടത്തിനില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഒരു കാരണം. പിന്നെ രംഗയുടെ ഒരു സ്വാഗാണ് ഈ കണ്ണാടി വെച്ച് പോകുന്ന പുള്ളിയുടെ ഒരു ശീലമാണത്, അത് സ്ക്രിപ്റ്റിലുള്ള ഒരു ശീലമാണ്. അപ്പം അത് നമുക്ക് ഉറപ്പായിട്ടും ചെയ്തേ പറ്റുള്ളൂ. ശരിക്കും ഇത് കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ടോ ശരിക്കും ഈ റിയൽ ബാംഗ്ലൂർ ലൈഫിൽ? കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഭയങ്കര പേടിയോടെ നോക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ നമ്മള്? ഉറപ്പായിട്ടും നമ്മളൊരു ഗ്യാങ്സ്റ്ററെ കാണുമ്പോൾ പേടിയോടെ തന്നെയാണല്ലോ നോക്കുക. അപ്പൊ നമ്മളങ്ങനെ ഈ പറഞ്ഞ പോലെ ബിഗ് ടൈം ഗ്യാങ്സ്റ്റേഴ്സിനൊന്നും കണ്ടിട്ടില്ല, ഈ പറഞ്ഞ രംഗയെ പോലൊന്നും ആളെ കണ്ടിട്ടില്ല. പക്ഷെ ചെറിയ ചെറിയ ലോക്കൽ ഗ്യാങ്സ്റ്റേഴ്സിനെയൊക്കെ കണ്ടു. ഓക്കെ, പറഞ്ഞ പോലെ നമുക്കൊരു ചെറിയ സെഗ്മെന്റ് പോകാം. ഇറ്റ്സ് ലൈക്ക് ഫസ്റ്റ് ടൈം ഇൻ ദ ലൈഫ്, ജീവിതത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചിട്ടുള്ള മൊമെന്റ്സുകൾ പറയാം. ഓക്കെ, ജീവിതത്തിൽ ആദ്യമായിട്ട് അല്ലെ ഫസ്റ്റ് ടൈം ഇൻസിഡൻസ് പറയാം, അത് ഒന്ന് പറയണ്ട. ഫസ്റ്റ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ നിങ്ങൾ രണ്ടുപേരും. ഞാൻ ഷോർട്ട് ഫിലിമിലാണ് വെച്ചാൽ ഫസ്റ്റ് ക്യാമറ വന്നത്. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. നമ്മൾ നാടൻ അന്ന് ഷോർട്ട് ഫിലിം ഇറങ്ങിയ ടൈമിലൊക്കെ അതിലെന്തെങ്കിലും ഷോർട്ട് ഫിലിമിന് റോൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാൻസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഒരു ഷോർട്ട് ഫിലിം എന്നെ തന്നെ നായകനാക്കിയിട്ട് ഒരു സാധനം ചെയ്തു. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അത് വേറെ കുഴപ്പമില്ല. സിനിമയാണോ ഉദ്ദേശിച്ചത്? ഫസ്റ്റ് ടൈം ക്യാമറ ക്യാമറ നല്ല പേടിയായിരുന്നു. പിന്നെ അല്ല ഇപ്പൊ പേടിച്ചിരിക്കുന്നത് ഭയങ്കര ടെൻഷൻ. അങ്ങനെയാണ് അവന്റെ ഫാൻസ് അവനെ കുറിച്ച് എന്ത് കരുതുന്നുള്ള അറിയില്ലല്ലോ. വായന ശ്രദ്ധിക്കണം. നമ്മളൊക്കെ പറയുമ്പോൾ 4, 3, 7 വരെ കാണുള്ളൂ. അത് പറയുമ്പോൾ ലോകം മുഴുവൻ കാണും. ശ്രദ്ധിക്കടാ. അല്ല ഇവർ രണ്ടുപേരും ഇവിടെ ഞാൻ അറ്റത്തങ്ങനെ പെട്ടുപോയ രീതിയിലാണ് ഇരിക്കുന്നത്. അല്ല നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ മുമ്പുള്ള ഇതുപോലല്ല, ഞാൻ പുതുതായിട്ടുള്ള ന്യൂ കമ്മറാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ളൊരു പേടിയും എന്താണ് എങ്ങനെയാണ് അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം അത് കുറച്ച് സിങ്കായിട്ട് വരാൻ കുറച്ച് ടൈം എടുത്തു. ആക്ച്വലി എനിക്ക് ഹിപ്സ്റ്ററിന് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ബാക്കിയുള്ളവരെ ഷൂട്ട് ചെയ്യുന്ന പോലല്ല, ഹിപ്സ്റ്ററിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പൊ അതിനുള്ള ഷോട്ടുകൾ ഞാൻ വെക്കണം ഹിപ്സ്റ്ററിനുണ്ട്. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ചുമ്മാ കാരണം ആൾക്കാർ നോക്കിക്കാം, അപ്പുറത്തൊക്കെ മുഴുവൻ പിള്ളേർ നിൽക്കുക. ഹിപ്സ്റ്ററിനെ തള്ളുന്ന സീനുണ്ടെങ്കിൽ അവർ ഇടപെടും. ഹിപ്സ്റ്ററെ പറ്റി പറഞ്ഞാൽ പറഞ്ഞിട്ടുള്ള ടീംസ് അവിടെ ഉണ്ട്. നമുക്ക് ബാംഗ്ലൂർ എന്നിട്ട് ഫഹദ് ചായം കുടിച്ചോണ്ട് വഴി നിൽക്കുമ്പോ ഒരു കൂട്ടം പിള്ളേർ ഓടി ഹിന്ദിയില് ഹിപ്സ്റ്റർ ബായ് എന്ന് വിളിച്ചിട്ട് നേരെ പോകുന്നു. ഹിപ്സ്റ്ററിന്റെ അടുത്ത് നിൽക്കുന്നു, വട്ടത്തിൽ ഫോട്ടോ എടുക്കുന്നു, ചായ കുടിച്ച് വഴി നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. എന്റെ പുറത്ത് പിള്ളേര് അപ്പൊ നമുക്ക് ടെൻഷൻ ആവുമല്ലോ. അപ്പൊ എനിക്ക് ആ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ് ഹിപ്സ്റ്ററിനെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ. ഇല്ല എനിക്ക് റെസ്പോൺസ് സന്തോഷം. അല്ല ഒന്ന് മാറ്റി പിടിച്ച അടിപൊളിയായിരുന്നു. അല്ല എന്താ ഫസ്റ്റ് എടുത്ത ഷോട്ട് ഡയറക്ടർ ഇവൻ ഉറക്കം എഴുന്നേക്കുന്നത്. അതായിരുന്നു ഫസ്റ്റ് ഷോട്ട്. ഇവൻ ഉറക്കം എഴുന്നേക്കുന്ന ഷോട്ടായിരുന്നു. അതായത് ഇവൻ രാവിലെ രോമാഞ്ചത്തില് ഇവരെ ആദ്യം കാണിക്കുന്ന ഡാൻസിന് ശേഷം ആദ്യം കാണിക്കുന്ന സീക്വൻസ്, അതായിരുന്നു ആദ്യം എടുത്ത ഷോട്ട്. ഒറ്റടിക്കായിരുന്നു. അതെന്തോ 1-2 ടേക്ക് പോയി. ഫസ്റ്റ് പബ്ലിക് റെക്കഗ്നൈസേഷൻ ആയിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആളുകൾ ഇങ്ങനെ പൊതിഞ്ഞ അതെനിക്ക് ഓർമ്മയില്ല. പണ്ട് തൊട്ട് തുടങ്ങിയല്ലേ, അപ്പം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ചെറുന്നുള്ള രീതിയിൽ അവൻ ഭയങ്കര ഫേമസ് ആയി എന്നാന്നുള്ളത് ഓർമ്മയില്ല. പടത്തിൽ എന്തായിരുന്നു ഈ ആവേശം ഇറങ്ങിയതിനു ശേഷം റെക്കഗ്നേഷനോ? അത് ഇവിടെ നമ്മുടെ തിയേറ്ററിൽ പോയപ്പോ അവിടെയായിരുന്നു. അയ്യോ അത്
ഞാൻ ഇന്ന് വനിത വിനിതയിൽ. അല്ല വനിത വിനീതയല്ല, നമ്മുടെ ആലുവ മാത ഹോം ഗ്രൗണ്ട് ഹോം ഗ്രൗണ്ട് അവിടെ പോയപ്പം അത് എൻ്റെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇനി കിട്ടുമെന്ന് അറിയത്തില്ല. അത് ഭയങ്കര ഇനിയും പോയാലോ, നമുക്ക് എന്നും മാധുരി പോയാൽ ആക്ച്വലി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരോടും പറയാതെ പോയിട്ട് ഒതുങ്ങിയിരുന്ന് എങ്ങനെയൊക്കെയോ സിനിമ കണ്ട് തീർത്ത് ഓടി രക്ഷയോട് വരുന്നത് അവിടെ നിന്ന്. ഈ കിട്ടിയ സിനിമ കണ്ട് കിട്ടിയ ലേഡീസ് ഫാൻസ് അയച്ച ഗേൾ ഫാൻസ് അയച്ച ഒരു മെസ്സേജ് എന്താ? ഇപ്പൊ സിനിമ കണ്ടിട്ട് ഒരുപാട് ഫാൻസ് ഉണ്ടല്ലോ. ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കും, നീ പറഞ്ഞു കണ്ടിന്യൂ. അല്ല, എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ബ്രോ. ഇപ്പോൾ കൊള്ളാം, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതിപ്പം ലേഡീസ് ഫാൻസിന്റെ മാത്രം സോർട്ട് ഔട്ട് ചെയ്ത് നോക്കുന്നതൊന്നുമില്ല. എനിക്ക് വരുന്ന നല്ല മെസ്സേജുകൾ എടുത്ത് വായിക്കുക, അത്രേ ഉള്ളൂ. ഇനി വരട്ടെ. ഇവന്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഗേൾ ഫ്രണ്ട്സ് ഗേൾസിനോടാണ് മാത്രം ഹിപ്സ്റ്റർ സംസാരിക്കുന്നത് എന്നുള്ള സാധനം. ഇവന്റെ അടുത്ത് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇവൻ ഗേൾസിനോട് സംസാരിക്കുന്നതാണ് ആൾക്കാർക്ക് കാണാൻ താല്പര്യം. ഗേൾ ഫ്രണ്ട്സിനോടാ, ഗേൾ ഫ്രണ്ട്സ് അല്ല, ഗേൾസ്. സോറി. അല്ല, ചോദിച്ചിട്ടുണ്ടോ മറ്റേ ഹിപ്സ്റ്റർ സിംഗിൾ ആണോ? ആണല്ലോ, ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. എത്ര പ്രാവശ്യം ചോദിക്കും. അതെ ഏട്ടാ, പറഞ്ഞു കൊടുക്കുക. ശരിക്കും ഇവരെങ്ങനെ ഈ പറഞ്ഞ നോട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഈ പറഞ്ഞ സിനിമയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ അജു എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഹിപ്സ്റ്റർ ആണ് അതിന്റെ ഒരു ഫേസ് ആവാൻ പറ്റുക എന്നുള്ള അങ്ങനെ ഒരു ദിവസത്തിലെടുത്ത തീരുമാനമല്ല. നമ്മൾ കുറച്ച് ഒരു 10-24 പേരുടെ ഒരു ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഓഡിഷൻ ചെയ്ത് ഇവനാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമായിരുന്നു. ഓഡിഷൻ എങ്ങനെയായിരുന്നു ശരിക്കും? ഓഡീഷൻ ജിത്തുച്ചേട്ട ഇതേപോലെ വിളിച്ച്, അപ്പോൾ ഞാൻ ഫോട്ടോ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ദേഷ്യപ്പെടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ദേഷ്യപ്പെടാന്ന് ചോദിച്ചാൽ, അപ്പോൾ ഇവിടെ കുഴപ്പമില്ല, ദേഷ്യപ്പെട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അവനെ വിളിച്ചിട്ട്, അപ്പോൾ ഇവനാണ് എൻ്റെ അര, അപ്പോൾ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ പറഞ്ഞ്, കുഴപ്പമില്ല, നല്ലപോലെ തെറിയൊക്കെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല, അവനെയല്ലേ വിളിക്കുന്നത്, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എൻ്റെ മുമ്പിൽ ഒരു ഗുണ്ട ഇരിക്കുകയാണ്, പുള്ളിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ വിളിക്കാടാ ശരിയെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും വിളിച്ചില്ല, വിളിച്ചോണ്ടുള്ള സച്ചിൻ ചേട്ടൻ എങ്ങനെയാണ് പടത്തിലേക്ക്? എന്റെ മേത്തേക്ക് ഞാൻ മറ്റേ പറഞ്ഞ പോലെ പ്രൊജക്ട് ഇങ്ങനെ മോണായി ആ പരിപാടി വന്നപ്പോഴേക്കും അളിയൻ എന്നെ വിളിച്ച്. അല്ല ഫസ്റ്റ് അല്ലേ അളിയൻ പറഞ്ഞ പോലെ ഫസ്റ്റ് കാസ്റ്റ് ആവുന്ന ചിലപ്പോൾ ഞാനായിരിക്കും. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പരിപാടി ഉണ്ട് കളിയാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ ഡബിൾ സെറ്റ്. അങ്ങനെയാണ് ഞാൻ എന്നോട്. ഇപ്പൊ ഈ അൻവർ റഷീദ് സിനിമകൾ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പ്രഷർ ഉണ്ടല്ലോ ഒരു ഡയറക്ടർക്ക് നല്ല സിനിമകൾ ഡെലിവറി ചെയ്യാന്ന് പറയുമ്പോൾ. ഈ പ്രേമവും അല്ലെങ്കിൽ ബാംഗ്ലൂരീസ് അങ്ങനത്തെ ഉള്ള പ്രൊഡക്ഷനിൽ വന്നിട്ടുള്ള സിനിമകൾ. സോ അതിനെങ്ങനെയാ ശരിക്കും ഈ പറഞ്ഞ പോലെ ജിത്തു മാധവനായിട്ട് ആ ഒരു പ്രോസസ്സ് ശരിക്കും? അല്ല, അതങ്ങനെ മൈൻഡിൽ കൊണ്ടുനടന്നില്ല എന്നുള്ളതാണ്. ആ ഒരു പ്രഷറൊന്നും തലയിലേക്ക് എടുത്തിട്ടില്ല. ഈ ആവേശം എങ്ങനെ നന്നാക്കി എടുക്കാം, അതിപ്പം നമ്മൾ ഏത് പ്രൊഡക്ഷനിലാണെങ്കിലും നന്നാക്കണം. അപ്പം എനിക്ക് അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എൻ്റെ തലയിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര പ്രഷർ കയറും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് അങ്ങനെ ഒരു സംസാരം ആരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. എല്ലാവരും ഭയങ്കര കാഷ്വൽ ആയിട്ടാണ് സിനിമയെ കണ്ടത്. ഭയങ്കര ഈസി ആയിട്ട് അതിനെ കണ്ടു. ഒരു വലിയ സിനിമ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് തന്നില്ല. ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിൽ തന്നെയാണ് പോയിട്ടുള്ളത്. അൻവർക്ക് ശരിക്കും ഉണ്ടായിട്ടുള്ള ഡിസ്കഷൻ എന്താ? നിങ്ങള് രണ്ടുപേരും അമ്പുക്കയായിട്ട് എല്ലാ സ്റ്റേജുകളിലും ഡിസ്കഷൻ ഉണ്ടാവുമായിരുന്നു. അമ്പുക്ക എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഹോട്ടലിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്നും നമുക്ക് എന്താ പറയാ, നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ട് പുള്ളി അവിടെ ഉണ്ടാവും. ത്രൂ ഔട്ട് സിനിമയിൽ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, പുള്ളി ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ധൈര്യമാണ്. അല്ല, ഇപ്പോൾ ഈ പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ എടുക്കാൻ പറ്റുന്ന സിനിമകൾ ഇപ്പോൾ ചോട്ടാ മുംബൈ ഉണ്ടാവും, അല്ലെങ്കിൽ രാജമാണിക്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ള അൻവർ റഷീദ് സിനിമകളിലെ ഏറ്റവും ഫേവറേറ്റ് സീന് ഏതായിരിക്കും? സീനാണ് സിനിമയാണ്. സിനിമകളിലെ ഈ സിനിമകളിൽ തന്നെയുള്ള സീനുകൾ തന്നെയാണ്. രാജമാണിക്യം, ചോട്ടാ മുംബൈ ആണെങ്കിലും ട്രാൻസിൽ ഒരു ഇഷ്ടപ്പെട്ട സീനുകളുണ്ട്. ജിത്തു എന്തായിരിക്കും? അങ്ങനെ ഒരു സീനായിട്ട് പറയല്ലോ, എല്ലാം ഇഷ്ടമാണ് എനിക്ക്. സിനിമകള് എല്ലാം അമ്പുകളുടെ സിനിമകളെല്ലാം ഇഷ്ടമാണ്. ഭയങ്കര ഫാൻസ് ആണ് പുള്ളിയുടെ. ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോ എന്തായിരുന്നു? ഭയങ്കര ഫാൻ മൂവ്മെന്റ് കൂടെ ആണല്ലോ. ഞാൻ അങ്ങനെ, അതായത് എനിക്ക് പുള്ളിയോട് ഭയങ്കര എന്താ പറയുക ആരാധനയും, ഞാൻ പുള്ളിയുടെ ഫാനൊക്കെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പ്രഷൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ല. ഞാൻ പോയിട്ട് അയ്യോ സാർ ഞാൻ ഭയങ്കര ഫാനാണ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ചളിപ്പാണ്. ഞാനിപ്പോൾ ആരുടെ അടുത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫാൻ ആണെങ്കിൽ പോലും നമ്മളൊരിക്കലും നേരിട്ട് പറയില്ല. എനിക്ക് അത് കേൾക്കാൻ ചിലപ്പോൾ ആളും കൂടെയാണ് അമ്പുക്കാന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായില്ല. നമ്മൾ നേരെ ഭയങ്കര പ്രൊഫഷണലായിട്ട് ചെന്നിരുന്ന് സംസാരിച്ച് കഥ പറഞ്ഞ്
പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഒരു കമ്പനി ആവുമായിരുന്നു. അല്ല ശരിക്കും ആസ് എ ഡയറക്ടർ എങ്ങനെയാ ജിത്തുവിന്റെ ഒരു പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ആക്ടർ എങ്ങനെ മോൾഡ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പൊ രണ്ടാമത്തെ സിനിമയാണല്ലോ. അതെ, നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടാണ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പൊ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ എന്തെങ്കിലും ഇതിൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ അതങ്ങനെ പിടിച്ചു വെച്ചാൽ അല്ലെങ്കിൽ വേണ്ട, ആ ഒരു ഇതുണ്ട്. നമുക്ക് എല്ലാവരുടെ ചിലപ്പോൾ നടക്കില്ല, പല ഡയറക്ടേഴ്സും പല രീതിയിലാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ആ ഫ്രീഡം ഉണ്ട് വർക്ക് ചെയ്യുമ്പോഴും. ഇപ്പൊ നല്ല സുഹൃത്താണ് ഡയറക്ടർ എന്നുള്ളൊരു വരി. അപ്പൊ ഇനിയും വർക്ക് ചെയ്യാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു. പ്രണയം എങ്ങനെയാണ്? അമ്പൊക്കെയാണോ? അല്ലല്ല ജിത്ത് എന്നെ കുറിച്ച് അമ്പൊക്കെ കുറിച്ച് എന്ത് പറയാൻ പ്ലാൻ ജിത്തു ചേട്ടനെ പറ്റിയാണെങ്കിൽ കംപ്ലീറ്റ്ലി ലൈക്ക് ഞാനത് ചെയ്ത ഈ പടത്തിൽ എന്ത് ചെയ്തിട്ടാണ് ജിത്തു ചേട്ടന്റെ അഡ്വൈസും ആ ഒരു കോൺഫിഡൻസും തന്നതുകൊണ്ട് മാത്രമാണ്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പേടി മാറ്റാൻ എന്നെ ഒരുപാട് സഹായിച്ചു ജിത്താണ്. ഞാൻ 2 പടം ചെയ്തിട്ടും ജിത്തു അങ്ങനെ ചൂടാവണമെന്നും കണ്ടിട്ടില്ല. ആ രോമാഞ്ചമാണെങ്കിലും ഇതിലാണെങ്കിലും ഇങ്ങനെ അവിടെ ഒരു എന്താണ് ദേഷ്യപ്പെടേണ്ട ഇൻസിഡൻസ് ഉണ്ടായെങ്കിൽ കൂടി ഭയങ്കര കൂളായിട്ട് മാനേജ്, ഭയങ്കര എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ വിളിച്ചിരുത്തി കൊള്ളായിരുന്നു, പൊളിയായിരുന്നു. ഇപ്പൊ പേഴ്സണൽ ലൈഫിലും ഭാവം വന്ന പോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ആവേശത്തിന്റെ ഒരു ജേർണിയും കൂടെ നമ്മൾ പറയേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഈ പേഴ്സണൽ ലൈഫിലും ഈ പറഞ്ഞ ആവേശം എത്രത്തോളം ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ട്? പേഴ്സണൽ ലൈഫിൽ നല്ല ആവേശമുണ്ട്. അതങ്ങനെ രണ്ടും കൂട്ടിക്കൊഴിക്കാറില്ല, രണ്ട് ട്രാക്കിൽ ഇങ്ങനെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ എൻ്റെ വൈഫും എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പം അതിൻ്റെ നമ്മൾ ഒരുമിച്ച് സിനിമ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെയും അപ്പോൾ അത് രണ്ടായിട്ട് തോന്നൂല, നമുക്ക് അങ്ങനെ ഒരു സെറ്റായിട്ട് അങ്ങ് പോകും. ഫാദർഹുഡ് എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാ? അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാം പറഞ്ഞ എല്ലാം നടക്കുന്നുണ്ട്, നമ്മളൊരു പേഴ്സണൽ സ്പേസിലുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ബേബിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവളോട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് ട്രിപ്പ് പോകാൻ പറ്റിയിട്ടില്ല, കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ രോമാഞ്ചം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ രോമാഞ്ചം കഴിയുന്നതിന് മുന്നേ ഇത് ഓണായി. അപ്പൊ അങ്ങനെ ഒരു അത് മാത്രമേ ഉള്ളൂ നടക്കാത്തുള്ളൂ. ഈ പറഞ്ഞ പോലെ ഓരോ സിനിമയ്ക്കും ഈ പറഞ്ഞ പോലെ ഓരോ ആൾക്കാര് നമ്മൾ കണ്ട് അഭിപ്രായം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലിറിക്സിൽ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി ഇപ്പൊ രോമാഞ്ചം അല്ല ആവശ്യം കണ്ട് ഞാൻ ഇറങ്ങിയപ്പോ ഫസ്റ്റ് ഫോൺ ഓൺ ആക്കി ആദ്യം കണ്ട സമയം ഇവനെ പടച്ചുവിട്ട കടവുൾക്ക് 10ൽ 10. ഈ ലിറിക്സിലൊക്കെ എത്രത്തോളം ഭയങ്കരമായിട്ട് എന്താ പറയണ ഓരോ സിനിമയ്ക്ക് എത്തിപ്പെടേണ്ട ലിറിക്സുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറയുകയാണെങ്കിൽ, എത്രത്തോളം പാട്ടിലും അല്ലെ എത്രത്തോളം ടോട്ടാലിറ്റി ഉണ്ടായിരുന്നു ഈ ആവേശത്തിലേക്ക് വരുമ്പോൾ? ഇതൊക്കെ വിനായകൻ എഴുതി ഉണ്ടാക്കി, എനിക്കൊന്നും അങ്ങനെ എഴുതി ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അതൊക്കെ വിനായകന്റെ തലേന്ന് മാത്രം വരുന്ന ലിറിക്കാണ്, അല്ലെ എല്ലാ വാക്കുകളും അവന്റെ വേർഡുകളൊക്കെ നിങ്ങൾ ഡിസ്കഷൻ പാട്ടിന്റെ ചുമ്മാ സംസാരിക്കുള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് സംസാരിക്കുമ്പോൾ ജാടാന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ജാടാന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു അതൊന്നും പാട്ടിൽ കൊണ്ടുവരാമെന്നോ എങ്ങനെ കൊണ്ടുവരാമെന്നോ എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. അതൊക്കെ വിനായക് ഭയങ്കരമായിട്ടും നമ്മളെ ഞെട്ടിക്കും. ഇപ്പം ജാടപ്പാട്ടെന്ന് വെച്ചാൽ ഇവന്മാരുടെ ഞാൻ വിഷ്വലിയാണ് പറഞ്ഞത്, അതായത് ജാട എന്നുള്ള വേർഡ് വേണമെന്നല്ല ഉദ്ദേശിച്ചത്. അതായത് വിഷ്വലി ആ സീൻ എന്ന് വെച്ചാൽ ഇവരുടെ ജാടയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പൊ ഇവന്മാരെന്തോ ആയി, അത് കഴിഞ്ഞിട്ട് ഇവന്മാർ ജാടയിട്ട് കോളേജിൽ പോകുന്നതാണ് വിഷ്വൽ, അതിന്റെ ബ്രീഫ് അതായിരുന്നു. അപ്പൊ അതിൽ നിന്നാണ് അത് വെച്ച് തന്നെ പുള്ളി പാട്ട് എഴുതി കൊണ്ടുവന്നതാണ്. അതൊക്കെ വിനായകന്റെ തന്നെ. ശരി, പാട്ട് എങ്ങനെയാ അത് വിഷ്വലൈസ് ചെയ്ത് മീൻസ് സ്ക്രിപ്റ്റിൽ എഴുതുമ്പോ തന്നെ പറഞ്ഞ പോലെ ഇങ്ങനെ വേണം ഒരു പാട്ടിന്റെ സ്കെൽറ്റാണോ ശരിക്കും? ഇല്ല, അങ്ങനെ പാട്ട് നമ്മൾ ഓൾറെഡി സ്ക്രിപ്റ്റിലൊന്നും പ്ലാൻ ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും ഷൂട്ടിന് ശേഷമാണ് പാട്ട് ചെയ്യുന്നത്. നമ്മളൊരു ഏത് സ്പീഡിലുള്ള ഒരു പാട്ട് വേണമെന്ന് മാത്രം ഡിസിഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് വെച്ചിട്ടാണ് ആ സ്പീഡിലുള്ള ഒരു പാട്ട് ചൂസ് ചെയ്തിട്ട് ആ പേസിൽ നമ്മൾ ഷൂട്ട് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ പാട്ടുണ്ടാക്കുന്നത്. പിന്നീട് ഇതെല്ലാം വിഷ്വലെല്ലാം കണ്ടുകൊണ്ടാണ് സുഷിൻ പാട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിനായക് ലിറിക്സ് ചെയ്യുന്നത്. അപ്പൊ രോമാഞ്ചത്തില് ഫസ്റ്റ് ടൈറ്റില് പാട്ട് എന്തായിരുന്നു? ഡെമോ ഏതായിരുന്നു ഡെമോ പാട്ട്? അത് പറയൂല. ആ പാട്ട് ഇപ്പൊ രോമാഞ്ചത്തിലുള്ള ടൈറ്റിൽ സോങ്ങിനെക്കാളും ഒരു 4 മടങ്ങ് സ്ലോ ആയിരുന്നു. അതായത് രോമാഞ്ചം എൻറ്റയർ മൂവി സ്ലോവർ ആയിരുന്നു ഇപ്പൊ നമ്മൾ കാണുന്ന പടത്തേക്കാളും. അതിന്റെ പേസ് മാറ്റിയത് സുഷിനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ റീ എഡിറ്റ് ചെയ്ത് ഈ ഒരു പേസിലേക്ക് കൊണ്ടുവന്നത്. ഇതില് ഫസ്റ്റ് സുഷിനോട് പറയണ എന്താ ആവേശത്തിന് വേണ്ടിട്ട് പറയുമ്പോ? ആവേശത്തിന്റെ കഥ പറഞ്ഞിരുന്നു, നമുക്ക് പുതിയത് വേണമെന്ന് പറഞ്ഞു. ഭയങ്കര കാരണം നമ്മുടെ കഥ പഴയതാണ്. അപ്പൊ ബാക്കിയെല്ലാം പുതിയത് വേണം, നമുക്ക് കാണാനും കേൾക്കാനും ഫ്രഷ് ആയിട്ടിരിക്കണം ബാക്കി. അപ്പം അങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തത്.
ഈ പറഞ്ഞ ഫഹദിന്റെ ക്യാരക്ടർ ഡിസൈനിങ് ഉണ്ടല്ലോ, ഈ പറഞ്ഞ വെള്ള ഡ്രസ്സ് അല്ലെങ്കിൽ മൻസൂർ അലിഖാന്റെ ഈ പറഞ്ഞ ജസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ട് വന്ന് അദ്ദേഹം ഐഡന്റിറ്റി ആക്കുന്ന ചില സംഭവം. പക്ഷെ അവസാനം വരുമ്പോഴത്തേക്കും ഒരു സ്വിച്ച് ഉണ്ട്, ഓവറോൾ ക്യാരക്ടർ തന്നെ മാറി മറയുന്നുണ്ട്. അവിടെ ഫഹദിന്റെ ബോഡി മാനറിസംസ് മാറുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. ഇയാൾ കുറച്ചുകൂടെ വേറെ ലീഗിലേക്ക്, ഞാൻ സ്പോയിലർ ആയിട്ട് അധികം പറയുന്നില്ല. സോ അങ്ങനത്തെ ഒരു ഷിഫ്റ്റ് ശരിക്കും ആദ്യമേ ഫസ്റ്റ് ഇതിലുണ്ടായിരുന്നു. അതായത് ആക്ച്വലി ഇത് ഫഹദിന് അല്ലെങ്കിൽ രംഗയ്ക്ക് അറിയാം രംഗ എന്താണെന്നുള്ളത്. ഈ ബാക്ക് സ്റ്റോറി നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാണുന്നവര് രംഗയുടെ ആ വശം കാണുന്നത് അപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ രംഗ എപ്പോഴും അങ്ങനെ ആയിരുന്നു. രംഗയെ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ രംഗ എങ്ങനെയാണെന്നുള്ള ക്ലിയർ ആയിട്ടൊരു ധാരണ നമ്മൾ കൊടുക്കുന്നത് ടുവേർഡ്സ് എൻഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ രംഗ മാറിയിട്ടൊന്നുമില്ല. അത് പുള്ളി ആദ്യം തൊട്ട് എങ്ങനെ വന്നോ അതേ ആൾ തന്നെയാണ്. പുള്ളിയെ നമ്മൾ കാണുന്നത് ഇവരുടെ POV-യിലാണ്, ഇവരുടെ പെർസ്പെക്റ്റീവിലാണ്. അപ്പൊ അതിൽ വരുമ്പോഴത്തേക്കും ഇവർക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ പ്രേക്ഷകർക്ക് പറയുള്ളൂ. അപ്പൊ അത് രംഗയെ അറിഞ്ഞു തുടങ്ങുമ്പോൾ മുതലാണ് ഇതാണോ രംഗ എന്നുള്ള ചോദ്യം. അതായത് പുതിയ മാനറിസം വന്ന പോലെ ഫീൽ ചെയ്യും, പുതിയ ആളെ കാണുന്ന പോലെ ഫീൽ ചെയ്യും. അതൊക്കെ ഫഹദ് പെർഫോമൻസിൽ കൊണ്ടുവന്ന കാര്യങ്ങളാണ്. ഏറ്റവും ഡിഫിക്കൽട്ട് സീൻ ഏതായിരുന്നു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഡിഫിക്കൽട്ട് സീൻ ഓംലെറ്റ് അത് അല്ല, സിഗരറ്റ് മറ്റേ 22 പേരുടെ അത് സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരു ആക്ടിവിറ്റിയും ചെയ്ത് അത് തുടക്കം. അതായത് തേപ്പൂട്ടിയുടെ മേലിൽ ഓംലെറ്റ് ചുടണം. അത് കറക്റ്റ് ആയിട്ട് മുട്ട ഉണ്ണി പൊട്ടാതെ പ്ലേറ്റ്, അത് ഉണ്ണി പൊട്ടാതെ പ്ലേറ്റ് ഇടണം. അതിനിടയ്ക്ക് സിഗരറ്റ് വലിക്കണം, ഇതിനിടയ്ക്ക് ഡയലോഗ് പറയണം. പുള്ളിക്ക് ഇത്രയും മൾട്ടി ടാസ്കിങ് അല്ല ചേട്ടാ, ഞാൻ പകുതിക്ക് വെച്ച് കീഴടങ്ങി. പിന്നെ അത് പുള്ളി അത് ചെയ്തെടുത്തുന്നുള്ളത്. പ്രാക്ടീസ് ചെയ്ത് 2-3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ചെയ്തു. അത് ഒരുപാടൊന്നും പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇവനത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവൻ പറയുന്നു. പക്ഷെ എനിക്കങ്ങനെ ഫ്രെയിമിലൊന്നും ഫീൽ ചെയ്തില്ല. ഫ്രെയിമിൽ ഭയങ്കര പൊളിയായിരുന്നു. ടീസറിലുള്ള സീൻ ഉണ്ടല്ലോ കാറിൽ പോണേ, അത് എത്രത്തോളം എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കി? കാരണം ഒരു നമ്മൾ മുമ്പ് അങ്ങനത്തെ സീനുകളൊന്നും നമ്മൾ മലയാളത്തിൽ കാണാത്ത ആളുകളാണല്ലോ. സോ ഇപ്പൊ ഭയങ്കര ഫ്രഷ് ആയിട്ട് നിൽക്കുന്ന ഒരു സീനാണ്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും, എന്താണ് അവിടെ നടന്നതെന്നുള്ളത്. അത് ശരിക്കും എങ്ങനെയായിരുന്നു ആ സീൻ? ആ സീൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ഷോട്ട് എടുക്കുന്ന സമയത്ത് എൻ്റെ ലാസ്റ്റ് പടം തീരുവാണ്. എൻ്റെ പടത്തിലെ ലാസ്റ്റ് ഷോട്ടായിരുന്നു. അപ്പോൾ അതെടുക്കുന്ന സമയത്ത് ഞാനത് ആ സീൻ അത് മറ്റേ കരഞ്ഞു പോയി. എൻ്റെ അവസാനം കണ്ണീന്നൊക്കെ വെള്ളം വന്നത് ചിരിച്ചിട്ട്. അപ്പോൾ ലാസ്റ്റ് കുഴപ്പമില്ല, രസമായിരുന്നു. അങ്ങനെ കുറെ മൊമെന്റ്സുകൾ ഇതിലുണ്ട്. അപ്പോൾ അതിലെനിക്ക് പ്രധാനപ്പെട്ട തോന്നിയത് ഇതാണ്, പടം ലാസ്റ്റ് ഷോട്ടായിരുന്നു എൻ്റെ ചിരിച്ചോണ്ട് വന്നത്. ചിരിച്ചിരി കണ്ണീന്ന് വെള്ളം വന്നു. ചിരിച്ചൊന്നുമില്ല, ചെറിയ വിഷമം പറയാനും അംഗീകരിക്കാനും ഗുണ്ട സമ്മതിക്കുന്നില്ല, മനസ്സിലായോ? അവനത് ഒളിച്ചു വെച്ചേക്കില്ല. ചിരിച്ച് കണ്ണീന്ന് വെള്ളം വന്നു. ആ ഷോട്ട് കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും കൂടി കൈയടിച്ച് അല്ല പാക്കപ്പ് അല്ല, എന്റെ ഷോട്ട് ഞാൻ കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ പോകുന്നില്ല, അവിടെ ഉണ്ടായിരുന്നു. ഷോട്ട് കഴിഞ്ഞുള്ള അവിടെ ഉണ്ടായിരുന്നില്ല, പടം മൊത്തം തീർന്നു. ഈ ബ്രഹ്മയുഗത്തിന് വേണ്ടിയാണ് ഈ പറഞ്ഞ പോലെ, ബ്രഹ്മയുഗം ഈ പറഞ്ഞ നല്ലൊരു ക്യാരക്ടർ വേണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ പോലെ വേണമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റാതിരുന്നത് ആവേശം കാരണം. അപ്പൊ അത്രത്തോളം പ്രതീക്ഷ ഈ പറഞ്ഞ പോലെ സിനിമയിൽ ഉണ്ടല്ലോ ഈ പറഞ്ഞ. അപ്പോ ഫഹദ് എന്നൊരു ആക്ടറെ ഭയങ്കര അടുത്ത് കണ്ട, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ സീൻസ് നിങ്ങൾ രണ്ടുപേരാ, എങ്ങനെയാ ശരിക്കും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുമ്പോ ഫീൽ ചെയ്യുക ആസ് എ പെർഫോമർ? എന്നെ സംബന്ധിച്ച് ഫഹദ്ഗാടൊപ്പം സ്ക്രീൻ ഷെയർ ആണെന്ന് എനിക്ക് സിനിമയിലോട്ട് വന്നപ്പോൾ തൊട്ടുള്ള ആഗ്രഹം. എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ പടമൊക്കെ ചെയ്ത് വരുമ്പോഴേക്ക് ഏതെങ്കിലും പടത്തിലോട്ട് വിളിക്കും. പക്ഷെ ഇത്ര പെട്ടെന്ന് ഉണ്ടാവും വിചാരിച്ചില്ല. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പുള്ളിയുടെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്. എനർജിയൊക്കെ ഭയങ്കര പാസ് ചെയ്യും സീൻ ഒരുമിച്ചൊക്കെ ചെയ്യുമ്പോ. കണ്ണൊക്കെ സീനാണല്ലോ, മൊത്തത്തിൽ ഡയലോഗ് പറയുമ്പോ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ പൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. എനിക്ക് ഭയങ്കര ഭാഗ്യമുണ്ട് പുള്ളിയുടെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്, സന്തോഷമുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ എങ്ങനെയാ ശരിക്കും പുള്ളി എടുത്ത് ഫസ്റ്റ് പോയി ഒരു കഥ പറയുമ്പോ എക്സൈറ്റ് ചെയ്യണ്ടോന്ന് എങ്ങനെ മനസ്സിലാവുക ശരിക്കും? അത് പുള്ളി പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അല്ല, കഥ പറയുമ്പോ ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ടും എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അപ്പൊ നമ്മൾ കഥ പറയുമ്പോൾ നമുക്കുള്ളൊരു വിശ്വാസം വെച്ചിട്ട് കഥ പറഞ്ഞു പോവാണ്, കഥ വർക്കാവും എന്നുള്ള രീതിയിൽ. എങ്ങനെ പറയാ, ജസ്റ്റ് പറഞ്ഞ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആണോ അതോ ഇങ്ങനെ ഒരു സിനിമ സ്ക്രിപ്റ്റ് പറയുമായിരുന്നു. ഞാൻ ക്യാരക്ടർ ബ്രീഫ് കൊടുക്കാതെയാണ് പറഞ്ഞത് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് ക്യാരക്ടർ ബ്രീഫ് ചെയ്യുന്നത്. കാരണം ഇപ്പം നമ്മൾ ആ സിനിമ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് പുള്ളി ഇൻട്രോ വരുമ്പോഴും പുള്ളിക്ക് കിട്ടണം, ഓരോ പോയിന്റിൽ പുള്ളിക്ക് കിട്ടണമല്ലോ. നമ്മൾ കഥ പറയുന്നത് സിനിമ പറയുന്ന പോലെ തന്നെയാണ് പറഞ്ഞത്. ഈ ഗ്യാങ് ഡിസൈനിങ്ങിന് എത്രത്തോളം സമയം എടുത്തിട്ടുണ്ട് രംഗയുടെ ഗ്യാങ്ങിന്? അത് ഭയങ്കര ലോങ് പ്രോസസ്സാണ്. അതായത് രംഗയുടെ ഗ്യാങ്ങിനെയൊക്കെ ഒറ്റയടിക്ക് അല്ലല്ലോ. നമ്മൾ ഓരോ അമ്പാൻ ആദ്യമേ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് രംഗ, ഇവര് മറ്റേ ആൾക്കാർ, അവർ ഓരോരുത്തരായിട്ട് ഓരോ സമയത്ത് ഇങ്ങനെ വന്ന് കാസ്റ്റ് ചെയ്ത് തീർത്താണ്. പക്ഷെ ഈ ഹോളി ഫൈറ്റിന്റെ ഒരു പ്രകരശേഷി ഉണ്ടല്ലോ തിയേറ്ററിൽ.
ഈ നമ്മൾ ഈ പറഞ്ഞ ഭയങ്കര ശാന്തമായി പോകുന്ന തിയേറ്ററിൽ ഈ മറ്റേ നമ്മുടെ കിലിയൻ മർഫി വന്നിട്ട് ബോംബിട്ട പോലത്തെ ഒരു മീമുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ല. ഈ ഹോളി ഫൈറ്റ് എത്ര ദിവസം എടുത്തിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി? ഹോളി ഫൈറ്റ് 10 ദിവസം. 10 ദിവസം എല്ലാ ആക്ഷനും എല്ലാം കൂടെ? ആക്ഷൻ 10 ദിവസം എടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഹോളി ഫൈറ്റിന് തീരുന്ന ദിവസത്തിൽ നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ഇലക്ഷൻസ് വരുമായിരുന്നു. അതാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. അവിടെ ഇലക്ഷൻസിന്റെ സമയത്ത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് തീർക്കാനുള്ള ഒരു ചെറിയൊരു ടൈമിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് ടൈമിൽ തന്നെ തീർന്നു. ഇപ്പൊ ഈ രോമാഞ്ചം ഈ പറഞ്ഞ പോലെ കുറച്ച് മാസങ്ങളൊക്കെ ഡിലേ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും ഇപ്പൊ ഒക്ടോബറിൽ പറഞ്ഞാണ് ഫെബ്രുവരിയിലാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഓഫ് മൈൻഡിൽ ഒരു പടം കഴിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ റിലീസാണ്. ശരിക്കും ആ സമയത്തുള്ള മൈൻഡ് സെറ്റ് ശരിക്കും എങ്ങനെയായിരുന്നു ടാക്കിൾ ചെയ്തിരുന്നത്? കാരണം ആവേശം തുടങ്ങിയല്ലോ ആ സമയത്ത്. അപ്പൊ രണ്ടും കൂടെ എങ്ങനെയാ ആ സമയത്ത് മാനേജ് ചെയ്തിരുന്നത്? അല്ല, രോമാഞ്ചം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. രോമാഞ്ചം ഇറങ്ങിയാൽ അതെന്തായാലും ഇറങ്ങും എന്നാൽ, കാരണം ജോൺ പോൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് രോമാഞ്ചത്തോട് എനിക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. രോമാഞ്ചം മോശമാവില്ല എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അപ്പം അത് ഇറങ്ങുമ്പോൾ ഉള്ള റിസപ്ഷനെ പറ്റിയിട്ട് എനിക്ക് അങ്ങനെ അതുകൊണ്ട് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇറങ്ങുമെന്നുള്ളൊരു ഉറപ്പും എനിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്കൊരു വിഷമം ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും വർക്ക് ചെയ്ത് ഈ ഒക്ടോബർ 14 റിലീസ് ആവേണ്ട സിനിമ മാറ്റുന്നു എന്ന് അറിയുമ്പോൾ ഉള്ളൊരു വിഷമം ഉണ്ടാവും. ആ വിഷമം ഉറപ്പായിട്ടും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ആവേശം എന്ന് പറഞ്ഞ പ്രൊജക്റ്റിലേക്ക് നീങ്ങിയത്, കഥ പറയാനും ഒക്കെ ആയിട്ട് നീങ്ങിയത്. അപ്പം ഇതിൽ ഇൻവോൾവ് ആയപ്പോഴത്തേക്കും എനിക്ക് ആ വിഷമം കുറഞ്ഞു. അപ്പൊ ഞാനത് മാത്രം ആലോചിച്ച് രോമാഞ്ചം മാത്രം ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പം ആലോചിച്ച് കൂട്ടുന്നൊരു ചിലപ്പോൾ പ്രഷർ ഉണ്ടായിരുന്നിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ആലോചിച്ച് കൂട്ടാനുള്ളൊരു സമയം ഞാൻ കൊടുത്തില്ല. ഞാനിപ്പോൾ അടുത്ത പ്രൊജക്റ്റിലേക്ക് വന്നു ഓൾറെഡി. അപ്പം ഈ രോമാഞ്ച റെഫറൻസുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ വണ്ടി നമ്പർ അല്ലെങ്കിൽ റോഷന്റെ ചില റിയാക്ഷനുകൾ ഇതൊക്കെ അറിയാണ്ട് റോഷന്റെ റിയാക്ഷൻ ഒക്കെ അവനിട്ടാണ് അത് രോമാഞ്ച റെഫറൻസ് ആയിട്ടൊന്നും ഞാൻ ആക്ച്വലി ഇതിന് ശ്രമിച്ചിട്ടുള്ളത്. അതെല്ലാവരും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അർജുന അശോകൻ അത് കുറച്ച് റിപ്പീറ്റഡ് ആയി ചെയ്യുന്നു എന്നുള്ളൊരു ക്യാരക്ടറാണ് കൊടുത്തത്. നമുക്ക് അറിയുന്ന ഒരുപാട് പേര് എപ്പോഴും ഇങ്ങനെ ആളെ കാണുമ്പോൾ എപ്പോഴും അങ്ങോട്ടും വരുമ്പോഴും പോകുമ്പോൾ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ അത് പുള്ളിക്ക് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷൻ കൊടുത്തത്. അത് ശാന്തന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. പിന്നെന്താന്ന് ചോദിച്ചാൽ വണ്ടി നമ്പർ അത് എന്തിനായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. വണ്ടി നമ്പർ ചോദിച്ചപ്പോൾ ഞാനിതങ്ങ് പറഞ്ഞു, അതങ്ങനെ അങ്ങ് ആയിപ്പോയതാ. ഇപ്പൊ വാട്ട് നെക്സ്റ്റ് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണല്ലോ ഒരു ഹിറ്റ് ഉണ്ടാക്കിയ ഡയറക്ടറിന്റെ മുമ്പിൽ ഉണ്ടാവുക. അകത്തെ ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. ഉത്തരം മാത്രം റെഡി ആയിട്ടില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വലിയ വലിയ സ്വപ്നങ്ങള് നമ്മൾ കാണുമല്ലോ, ഒരു മമ്മൂക്ക സിനിമ അല്ലെങ്കിൽ ഒരു ലാലേട്ടൻ സിനിമ, അത്ര കഥകളൊക്കെ മൈൻഡിലുണ്ട്. ഇപ്പൊ മമ്മൂക്കേനെ വെച്ചിട്ടൊക്കെ നോക്കുമ്പോ ബ്രോ എന്തായാലും അതിനെ അങ്ങനെ ഞാൻ ആക്ച്വലി അത് പറഞ്ഞ അഹങ്കാരമാവോന്ന് അറിയില്ല. അങ്ങനെ ഒരാളെ വെച്ചിട്ട് ഒരിക്കലും ഒരു കഥ ആലോചിക്കാറില്ല. കഥ ആലോചിച്ചതിന് ശേഷമാണ് പ്രോസസ്. അപ്പം അത് ഇപ്പം ആവേശത്തിന്റെ ആണെങ്കിലും കഥ വന്നതിന് ശേഷമാണ് ഫഹദ് വരുന്നത്. ഫഹദ് വന്നതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ മാറ്റുള്ളൂ. അപ്പം നമ്മളൊരു എനിക്ക് അടുത്തൊരു ചെയ്യണം എന്ന് തോന്നുന്ന ഒരു കഥ വന്ന് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അത് ആര് ചെയ്യുന്നു എന്നുള്ളത് തീരുമാനിക്കുക. അങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. ആ കഥ ഉണ്ടോ മനസ്സിൽ? കഥകളുണ്ട്, അതെന്ത് വേണം എന്നുള്ളത് തീരുമാനമായിട്ട്. ബാംഗ്ലൂർ ബീസ്റ്റ് ട്രോളുകളാണ്. ഞാൻ കഥ എഴുതിത്തരാം നിനക്ക്. ട്രോളുകൾ കാണാറുണ്ട് ബാംഗ്ലൂർ ബീസ്റ്റ്? ഉണ്ട്. അത് സത്യമാണല്ലോ. ആൾക്കാർ 2 പടമായിട്ട് അടുപ്പിച്ച് ബാംഗ്ലൂരിന്റെ തന്നെ പറയുമ്പോൾ ഒരാള് ഇപ്പുറത്തെ സൈഡില് വിനീതേട്ടൻ കുറച്ച് ചെന്നൈ, അത് വിനീതേട്ടൻ പറഞ്ഞ ആൻസർ തന്നെയാണ്. നമ്മൾ കണ്ട് ശീലിച്ച സ്ഥലങ്ങളാണ്. അപ്പം ബാംഗ്ലൂർ എന്റെ 12 കൊല്ലം, എന്റെ ടീനേജ് അവിടെ ആയിരുന്നു. അപ്പൊ ആ ഒരു 12 കൊല്ലത്തെ ഒരു ടീൻ സ്റ്റോറി പറയുമ്പോൾ എനിക്ക് ഉറപ്പായിട്ടും എന്നെ കണക്ട് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. ചെമ്മൻചേട്ടൻ എന്താ പറഞ്ഞത്? പുള്ളി ഒരു പ്രോപ്പർ ബാംഗ്ലൂർ ബോയും കൂടെ ആണല്ലോ. അതെ. ചെമ്മൻചേട്ടൻ എന്തായിരുന്നു ഇപ്പൊ രോമാഞ്ചത്തിലുണ്ട്? ഇത് കണ്ടിട്ടും ശരിക്കും എന്താ? ഇത് കണ്ടിട്ട് എനിക്ക് ചെമ്മൻചേട്ടനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. രോമാഞ്ചത്തിൽ ഉണ്ടായിരുന്നപ്പം രോമാഞ്ചത്തിൽ ഞാൻ പറഞ്ഞതെല്ലാം ചെമ്മൻചേട്ടൻ ഭയങ്കര കണക്ട് ആയി. കാരണം പുള്ളിക്ക് അറിയാം. അപ്പോൾ ഡയലോഗ് ഒന്നും പറഞ്ഞു കൊടുക്കണമെന്നില്ല, കന്നഡയൊക്കെ പുള്ളി തന്നെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് പൊളിച്ചിട്ടുണ്ട്. ചെമ്മൻചേട്ടന്റെ ഇൻപുട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. രോമാഞ്ചത്തിൽ വന്നിട്ട് പുള്ളി പിടിച്ച മാൻഡ്രസും പുള്ളിയുടെ ഡയലോഗ്സും എല്ലാം അടിപൊളിയായിരുന്നു. എനിക്ക് ആക്ച്വലി ചെമ്മൻചേട്ടനെ ബാംഗ്ലൂരുള്ള ടൈമിൽ ചെറുതായിട്ടൊക്കെ അവിടെ കേട്ടൊക്കെ പരിചയമുണ്ട്. ചെമ്മൻചേട്ടൻ എന്നെയൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് ചെമ്മൻചേട്ടനെ അറിയാമായിരുന്നു ആ ടൈമിൽ, പുള്ളി ബാംഗ്ലൂരുള്ള ടൈമിൽ. ചേട്ടാ അടുത്ത പരിപാടികൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ചോദിച്ചോ? ഞാൻ ചോദിക്കണത് എന്തെങ്കിലും വിളിക്കട്ടെ. പ്രണവ്
എന്താണ് ഇനിയിപ്പോ വലിയൊരു ഡോറാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമ എന്നൊരു വലിയൊരു സ്വപ്നം. അപ്പോൾ എന്താ ഇനിയിപ്പോ അതിനെങ്ങനെ എടുക്കാമെന്നുള്ളൊരു പ്ലാനിങ് ആയിട്ടുണ്ടോ, ഐഡിയ ആയിട്ടുണ്ടോ? ആ ഡോർ ഓപ്പൺ ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് കയറി തെലുങ്ക് കൊടുത്തിട്ട് കാര്യം പറഞ്ഞില്ലേ? തെലുങ്ക് ഇല്ലില്ല, ഒന്നുമില്ല. അതിപ്പോ പുറത്തു ആക്ഷൻ അത് വേണ്ട, അത് പറയണ്ടേ. എന്തായാലും സീരിയസ് ആയിട്ട് കാണാനുള്ള സന്തോഷം. 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 അപ്പോൾ എല്ലാവിധ ആശംസകളും നേരിടും. ഇപ്പോൾ തിയേറ്ററിൽ പറഞ്ഞ പോലെ ഭയങ്കര ഒരു ആഘോഷം ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ്. വിഷു ആണ്, 2 സിനിമകൾ ഇപ്പോൾ ആവശ്യമാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും വിജയ ഗണേശാണ്, ആടുജീവിതമാണ്, എല്ലാം ഓടുന്ന ഒരു സമയം. മലയാള സിനിമയുടെ ഏറ്റവും ഗോൾഡൻ ടൈമാണ്. ഇപ്പോൾ 2023 ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ അടിച്ച സംവിധായകൻ വീണ്ടും 2024 ഇടയ്ക്കുള്ളൊരു ബ്ലോക്ക് ബസ്റ്റർ. ഞങ്ങൾ ആക്ച്വലി നമ്മൾ 2023 തന്നെ പ്ലാൻ ചെയ്തായിരുന്നു, ഒരു വർഷം 2 ഡേറ്റ് കുറച്ച് മാറി. ആക്ച്വലി പക്ഷെ നമ്മുടെ ഒരുപാട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള വർഷമാണിത്. പക്ഷെ നമ്മുടെ ബ്ലോക്ക് ബസ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടേത് സെക്കൻഡ് ഹാഫിൽ ലാഗുള്ള ബ്ലോക്ക് ബസ്റ്ററാണ്. അതെ, അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ പടത്തിനുണ്ട്. ആരെങ്കിലും എല്ലാവരും പറയേണ്ടത് അതെങ്ങനെ ശരിക്കും ക്രിറ്റിസിസംസ് എടുക്കുമ്പോ എങ്ങനെയാ? നല്ലതാണ് ആക്ച്വലി. നമുക്ക് അറിയണല്ലോ എന്താണ് ആൾക്കാർ പറയുന്നത്. നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ധ്യാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു. ധ്യാൻ ഇന്റർവ്യൂസ് കാണാറുണ്ടോ നിങ്ങൾ? ഇപ്പൊ പ്രൊമോഷന് ധ്യാൻ അത് ഭയങ്കര ആ ഒരു മൂടി പറഞ്ഞതൊന്നുമല്ല. ഒരു കോമ്പറ്റീഷൻ മൂടൊന്നും അവർക്കൊന്നുമില്ല. അത് അവര് എനിക്ക് വിനീതേട്ടനൊക്കെ ആയിട്ട് സംസാരിക്കാറൊക്കെ. ഇപ്പൊ പറഞ്ഞ പോലെ ഭാഗ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ജിത്തു എന്ന സംവിധായകൻ ഭയങ്കര പ്രതീക്ഷയോടുകൂടെ ആളുകൾ നോക്കുന്ന ഒരു ഡയറക്ടറാണ്. പറഞ്ഞ പോലെ ജിത്തേട്ടൻ അറിയുന്നതിലേക്ക് ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കര ജിത്തു മാധവൻ എന്നൊരു പേര് ഭയങ്കരമായിട്ട് ചർച്ചയാവുന്ന സമയമാണ്. സോ അതിനൊരു പ്രത്യേക കൺഗ്രാറ്റ്സ് ശരിക്കും എല്ലാവരുടെ ഇടയിൽ. സന്തോഷം. അപ്പോൾ സന്തോഷം. അപ്പോൾ നിങ്ങൾ മീറ്റ് ചെയ്തതിലും വളരെ സന്തോഷം. അപ്പോൾ ഭാവിയിൽ ഒരുപാട് ഇങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടാവട്ടെ, അതിലും ഒരു സന്തോഷം അറിയിക്കും. താങ്ക് യു. താങ്ക് യു.